പരമപുരുഷനായ പുരന്ദര വിഠലന. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട പ്രമുഖ വ്യക്തികൾക്കും ഇന്നിവിടെ ഈ സമ്മേളനത്തിനായി, സാംസ്കാരിക സമ്മേളനത്തിനായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം. ഈ ഒരു പരിപാടിക്ക് ബാലഗോകുലത്തിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമാവാൻ, ശ്രീകൃഷ്ണ കലാസന്ധ്യയുടെ ഒരു ഭാഗമാവാൻ എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഞാൻ ബാലഗോകുലത്തിൻ്റെ ഭാരവാഹികളോട് നന്ദി അറിയിക്കട്ടെ. ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്, ഈ ഒരു ശ്രീകൃഷ്ണ ജന്മദിന വേളയിൽ എത്തിച്ചേരാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം ബാലഗോകുലത്തിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് ഞാൻ പറയാൻ കാരണം, ശരിക്കും യുവത്വവും ബാല്യവുമാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് ബാലഗോകുലം. എന്നാൽ ബാലഗോകുലത്തിന്റെ പ്രത്യേകത എന്താണ്? പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പിടിമുറുക്കിൽ നമ്മൾ ഇപ്പോഴും സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടും നിൽക്കുമ്പോൾ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസം നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ നമ്മൾക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായി കരുതുകയാണ്. ഒരിക്കൽ കൂടി ഉദ്ഘാടനത്തിനായി വിളിച്ചതിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ശരിക്കും പുരോഗതിക്ക് വേണ്ടി ഉള്ള ആ കുതിപ്പിൽ, ഭാവിയിലേക്കുള്ള ആ കുതിപ്പിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് നമ്മളുടെ പ്രഥമ ചലനങ്ങളാണ്. അത് ബാല്യകാലത്ത് എന്ത് വിത്താണോ നമ്മൾ സോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള പ്രയാണം. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ബാലഗോകുലം ഈ സമൂഹത്തിന് തന്നെ ഒരു അനുഗ്രഹമാണ്, ഒരു മായയാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണ്, എങ്ങനെ വർണ്ണിക്കണം എന്ന് പോലും ഒരു നിശ്ചയവുമില്ല. എന്നാൽ കൺപീലികൾ അടച്ച് ആ മയിൽപീലി കണ്ട്, കാർവർണ്ണ രൂപം കണ്ട്, അതിൽ നിന്നും ആനന്ദത്തിന്റെ മഴത്തുള്ളികൾ അന്തരാത്മാവിൽ പെയ്ത് അത് ആനന്ദ അശ്രുവായിട്ട് നമ്മളുടെ കണ്ണുകളിൽ നിന്ന് വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി. ഇതെല്ലാം അറിയും, വാക്കുകളിൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇത്ര കൃത്യതയോടുകൂടി അനുഭവിക്കപ്പെടുന്ന ഒരു അനുഭൂതി, അതാണ് കൃഷ്ണൻ. മഹാത്മാക്കൾ പറഞ്ഞതുപോലെ എത്രയോ വർണ്ണിച്ചിരിക്കുന്നു. എന്നാൽ എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത രീതിയിലുള്ള ചൈതന്യം, ജഗത്തിനെ മുഴുവൻ ധരിച്ചിരിക്കുന്ന ജഗന്നാഥ, ഈ ജഗതോദ്ധാരണെ ആണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യശോദാമ്മ. എന്നാൽ യശോദാമ്മയ്ക്ക് അറിയോ ഇത് ആരെയാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള? അത് പുരന്ദരദാസരുടെ വരികളിലാണെങ്കിൽ പുരന്ദര വിഠലനായിസിതലേ യശോദ ജഗദോധാരണയായിസിതലേ യശോദ
എന്നാൽ ആ ജഗതോദ്ധാരണ ഒരു സങ്കല്പമുണ്ട്. അതായത് പരമാത്മാവായ കൃഷ്ണൻ മാത്രമാണ് പരമപുരുഷൻ, ബാക്കി എല്ലാ ജീവാത്മാക്കളും ഗോപികമാരാണ് എന്ന്. അങ്ങനെ ഒരു ഗോപിക മീരാഭായി ഭക്തിസാന്ദ്രമായി അലിഞ്ഞു ചേരുന്നു അതിൽ. എന്നിട്ട് എന്തു പറഞ്ഞു? गिरिधर गोपाल दूसरो ना कोई जाके सर मोर मुकुट मेरो पति सोई मेरे तो गिरिधर गोपाल दूसरो ना. എന്നാൽ ആ ഗിരിധർ ഗോപാൽ മധുരാധിപനാവുന്നു വല്ലഭാചാര്യരുടെ വാണിയിൽ മധുരാഷ്ടകമായി. ഗോപി മധുരാ ലീലാ മധുരാ യുക്തം മധുരം മുക്തം മധുരം ദൃഷ്ടം മധുരം സൃഷ്ടം മധുരം മധുരാധിപതി അഖിലം മധുരം. അങ്ങനെ മധുരാധിപതി ആയ വല്ലഭാചാര്യരുടെ ആ കൃഷ്ണൻ യുദ്ധകളത്തിൽ നിൽക്കുമ്പോൾ, യുദ്ധഭൂമിയിൽ, കുരുക്ഷേത്ര ഭൂമിയിൽ ധർമ്മയുദ്ധത്തിൽ ഒരു ധർമ്മയോദ്ധാവായി ആവിർഭവിക്കാൻ അർജുനനോട് ഗീതോപദേശവും ജ്ഞാനോദയത്തിനായി നൽകുന്നു. എന്നാൽ ഈ ലോകത്ത് അറിയാനുള്ള എല്ലാ പരമവിദ്യയും പറഞ്ഞ് നൽകി പിന്നീട് എന്താണ് അർജുനനോട് പറയുന്നത്? അതായത് ഞാൻ എല്ലാം പറഞ്ഞു തന്നു, എന്നാലും നീ സ്വയം വിമർശനം നടത്തി ഇതെല്ലാം മനനം ചെയ്ത് എന്താണോ നിനക്ക് അനുയോജ്യമായി തോന്നുന്നത് അത് ചെയ്യൂ എന്ന്. ഫ്രീഡം, ultimate freedom to action. ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് ഏത് മേഖലയിലാണെങ്കിലും ഓരോ ഭാവത്തിലും ശരീരരൂപത്തിലും ജ്ഞാനസമ്പത്തിലും ഒരു ഉത്തമ യോഗി എന്ന രീതിയിലും വർണ്ണിച്ച് 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 അത് ഒരു അനുഭൂതിയാണ് എന്നല്ലാതെ ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിന്റെ അനുഭൂതിയാണ് കൃഷ്ണൻ. ആ അനുഭൂതി നമ്മൾക്ക് ഉത്തമ പൗരന്മാരായി മാറാൻ സാധിക്കട്ടെ, അതിനുള്ള ഒരു ഉത്തേജനം നൽകട്ടെ എന്ന് നമ്മൾക്ക് ഈ ഒരു വേളയിൽ പ്രാർത്ഥിക്കാം.